അപ്പം ഞാൻ ഒന്ന് പുറത്ത് വിട്ട് വന്നു. അതെ നമ്മൾ വന്നിട്ട് നമ്മ ബസ് നമ്മ ഇത് പണയത്തിനടുത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മ ബസ് പണയത്തിനടുത്ത് ഇരിക്കണ ദിവസം നമ്മുടെ ബസ് നമുക്ക് ബസ്സായിട്ടൊന്ന് പോകണം കേസ്. അപ്പോൾ നമുക്ക് ഇതുകൂടെയിക്കാം ഇവിടെ വെച്ചേക്കാം വണ്ടി അകത്തേക്ക് വെച്ചേക്കാം. സ്പ്ലെൻഡർ നമുക്ക് ഷോ ആയിട്ട് വെച്ചേക്കാം. അല്ലെങ്കിൽ വണ്ടിയുടെ വീടിൻ്റെ അകത്തൊന്നും കാണില്ല. ആ അപ്പം നിർത്തി ഭാഗ്യമായിട്ട് വണ്ടി അവിടെ കിടക്കട്ടെ. അപ്പം കേട്ടോ സംഭവം നമുക്ക് വണ്ടിയായിട്ടൊന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ അപ്പം നമുക്ക് പോയി അപ്പം നമ്മൾ വണ്ടിയായിട്ട് പോകണമെന്ന് നമുക്കൊന്ന് ആദ്യം നമുക്കൊന്ന് ഓടി നോക്കാം. അതായത് നമുക്ക് ഫുൾ ഓൾറൗണ്ട് ഉണ്ടാക്കാൻ അതായത് എന്നിട്ട് അവിടെ മുന്നേ എന്നിട്ട് അവിടെ മുന്നേ കാട്ടി അപ്പം നമ്മൾ വേഗം പോകും. പക്ഷെ വണ്ടിക്ക് അധികം സ്പീഡുണ്ടാവില്ല. വണ്ടിക്ക് സ്പീഡുണ്ട് തോന്നുന്നത്. നമ്മൾ വേഗം പോവാൻ ഈ വണ്ടിക്ക് ഇത്ര സ്പീഡൊക്കെ ഉള്ളൂ. അതാണ് നോക്കാം. നമ്മളെ വേഗം പോണ വണ്ടിയുടെ സൗണ്ട് ഇടയ്ക്ക് ട്യൂണിങ് മാറണ്ടേ. സംഭവം എന്ന് പറഞ്ഞൂടാ, ട്യൂണിങ് ഇടയ്ക്കിടയ്ക്ക് മാറണ്ടേ ഉണ്ടോ. ബോയ്സ് ഡിഫൻഡർ അങ്ങനെ ഈ വണ്ടിയൊക്കെ പോകും അവിടെ പാവോടാ. നമ്മുടെ വണ്ടിക്കല്ലോ മറ്റേ ഇപ്പൊ നമ്മൾ ബീച്ചിൽ പിടിച്ചിട്ടായി അറിയാണ്ട് ബീച്ചിൽ കൊണ്ടാണ് ഈ ഫ്രണ്ടിൽ കൂടി കയറുമെന്ന് ഞാൻ കണ്ടില്ലടാ. വേറെ ഏതോ വണ്ടിയുണ്ട്. പിന്നെ നോക്കിയപ്പോ കണ്ടില്ല. ചെറിയ വണ്ടിയൊക്കെ വന്നു പ്രശ്നം അതാണ്. വേഗം സമ പോണ ഈ സമയത്ത് ലിംബോർഗിനി ചൂടുവേന അവിടെ പപ്പടം പൊടിയണ പോലെ അവിടെ പൊടിഞ്ഞു. വേറെ വന്നതിൻ്റെ ബസ്സാണ് നമ്മൾ ഓടിക്കണേ. നോക്കി അവർ ഓടിക്കണേ. പക്ഷെ അവർക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഡിഫൻഡറാണെങ്കിൽ നമ്മളടുത്ത് തൂക്കിയെടുത്തിറങ്ങേ. നമ്മൾ സൂക്ഷിക്കണം. ഇനി ഏതെങ്കിലും വണ്ടിക്കാരനെ നെഞ്ചത്ത് ഇറങ്ങി നേരത്തെ ബുഗാട്ടിയുടെ ആളിനെ നെഞ്ചത്ത് ഇറങ്ങി ചേച്ചി ജസ്റ്റിന് രക്ഷപ്പെട്ടു. പഴയ വീട്ടിലൊക്കെ പോകണം. അപ്പോൾ ഈ വഴി വന്നിട്ട് അങ്ങോട്ട് പോകണം. അപ്പുറത്ത് വഴി കയറേ ഇവിടെ വന്നോ. ഇതുമല്ലേ തെറ്റിയാപ്പം. അപ്പം തെറ്റി
ഉം. വഴി അപ്പുറത്തെ വഴിയായിരുന്നു, ഞാൻ അറിയാണ്ട് വീട്ടിൽ പോയത്. ഉത്സവപ്പറമ്പിൽ നമ്മുടെ പഴയ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായി. സാധനം കിട്ടിയിട്ടില്ല ഇതുവരെ. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പോയി നോക്കണേ. റെയിൽവേ സ്റ്റേഷനിൽ പോകണമെങ്കിൽ എളുപ്പമുള്ള വഴിയാണ്. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ കൂടി പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് നമുക്ക് വേഗത്തിൽ പോകാം. വണ്ടിക്കാരൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണം. ബസ്സാണ് വന്നത്, മുന്നറിയിപ്പ്. നമ്മളെ വളക്കണ വാൻ ജസ്റ്റിന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പടമായി കിടന്നു. നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി. ഇതാണല്ലോ, പക്ഷെ വണ്ടിക്കെട്ട് ഇടിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒന്ന് നിന്നിട്ടിരിക്കണം. ഇപ്പം ട്രെയിനൊന്നുമില്ല, ആരെങ്കിലും കയറാനാണ് നോക്കാം. ആരല്ലേ പോണ്ടേ വീട്ടിലൊക്കെ വോയിസ്. നമുക്ക് വേഗം വീട്ടിൽ പോകാം. ആദ്യം നമ്മളെ പഴയ വീട്ടിലൊന്നും കൂടി ഇപ്പോൾ ആ വഴി വോയിസ്. എനിക്കിത്ര കൺഫ്യൂഷനാണ് ഈ വഴി എങ്ങനെ വന്നത്. കൂടെ നമുക്ക് ഇങ്ങോട്ട് പഴയ വീട് ഇത്ര കൂടി കയറിപ്പോകാം. ഇപ്പോൾ വഴി മനസ്സിലായി. നേരെ ഇവിടെ നിന്ന് ഇവിടെ ആയിരുന്നു നോക്കിയതെന്ന് വെച്ചാൽ ആ വഴി വന്നതിനെ എത്തുമെന്നറിയാൻ വേണ്ടി. സാരമില്ല, നമുക്ക് പഴയ വീടിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം. വീട്ടിലേക്ക് കയറ്റിടാം. അപ്പോൾ ആരും നമുക്കൊന്നും കിട്ടിയില്ലേ, നോക്കാം. കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം സ്പ്ലെൻഡർ കൊടുത്തിട്ട് മറ്റേത് കൂടി കൊടുത്തിട്ട് വേറെ വണ്ടി എടുക്കുക. കയറ്റം കയറാൻ പണിയുണ്ടാവും. കുഴപ്പമില്ലാണ്ട് കയറിപ്പോകും. ഫോർച്യൂണർ എടുക്കാം. ഫോർച്യൂണർ അല്ലെങ്കിൽ ലെജൻഡർ എടുക്കുക. അല്ലെങ്കിൽ ആ വണ്ടി തന്നെ എടുക്കട്ടെ. സ്പ്ലെൻഡറെല്ലാം കൊടുക്കുക. ഒറ്റ രണ്ടുവണ്ടി നിൽക്കാണ്ട് വെച്ചിട്ടുണ്ടേ, പഴയ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് ഞാൻ കയറ്റിയിരുന്നു. മറ്റേ സ്കൂട്ടറും സൈക്കിളും. ആൾ ഉപയോഗിക്കാത്തതുകൊണ്ട് ഏതൊന്നും അത്യാവശ്യം നല്ല പൈസ കിട്ടുന്നു സാധനക്ക്. ഒന്ന് ഒക്കെ ആയിട്ട് നമുക്ക് ബാക്കിലേക്ക് എടുക്കാം. വെറുതേക്ക് എന്ന് വെച്ചായിരുന്നു. സംഭവം അതെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ അവിടം വരെ പോയിട്ടൊന്നും കണ്ടില്ല. അല്ലാണ്ട് നമുക്ക് കാർ എടുത്തിട്ട് പോയി. ബൈക്ക് അവിടെ കിടക്കട്ടെ, കാർ അപ്പുറത്തെ വഴിയാണല്ലോ. കാർ എടുത്തിട്ട് നമുക്ക് ബീച്ച് വരെ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന വഴി വണ്ടി ഫുള്ള് ഇടിച്ചു. അറിയാണ്ട് ബ്രേക്ക് കിട്ടിയില്ല. അപ്പോൾ തന്നെ ഞാൻ വളവ് കണ്ടില്ല, തുറിച്ചു.
മറന്നൊന്നിട്ട് ഈ വണ്ടി കിട്ടിയിട്ട് വണ്ടിക്കാരൻ്റെ ഈ വണ്ടിക്കാരൻ്റെ ഡോറും പോയി ഡോറും പോയി അതിൻ്റെ ശോകത്തിലാണ് ഇപ്പം വീടാം എന്തെന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടി കൊടുക്കണം ഗൈസ്, വേറെ വഴിയില്ല. നമ്മുടെ ഡോറൊക്കെ കിടക്കണുണ്ടാ, വേറൊരു വണ്ടി എടുത്തേ പറ്റൂ. നോക്കാം വണ്ടി എടുക്കാൻ നോക്കാം, നമുക്ക് ട്രൈ ചെയ്തേക്കാം. കുറച്ച് എംബർ അടിച്ച് നോക്കാം. 3100 നോക്കിയിട്ടില്ല, കാറാണെന്ന് പറഞ്ഞു. ബൊലേറോ ബൊലേറോ കുഴപ്പമുണ്ടാവില്ല, കളറൊന്നും ചെയ്യുന്നില്ല. ബൊലേറോ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാൻ, തിരിച്ചു പോയി, വേറെ വഴിയില്ല, നമ്മളാണ്ട് പോയി ബൊലേറോ ആയിട്ട് വീട്ടിൽ പോയി. എന്താന്ന് പറയണ വണ്ടി ആ സെക്കൻഡ് ഹാൻഡ് റീപ്ലേസ്മെൻ്റ് ആയിക്കോളും. ഫസ്റ്റ് ഹാൻഡ് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയാണ് ഇപ്പോൾ എടുത്താണ്. ഇത് നമ്മളിപ്പോൾ ഒറിജിനലായിട്ട് എടുക്കാൻ ഫസ്റ്റ് ഹാൻഡ് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ പോകണ സിനിമ അടക്കിടക്കുന്ന നോക്കണ വണ്ടി കൊണ്ട് ബാലൻസ് കുറവുണ്ട്. വേഗം വേറെ വണ്ടിയൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല വണ്ടിയൊക്കെ കിട്ടുമെന്ന് നോക്കാം. ബൊലേറോ പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഓടണം. അതുകൊണ്ട് നമുക്ക് കുറച്ച് നമ്പേഴ്സ് ട്രൈ ചെയ്യണം. കുറച്ച് നമ്പേഴ്സ് ഒരു നമ്പർ എന്നാണ് ട്രൈ ചെയ്യണം. 8880 എന്താ വണ്ടിയാണ് നമ്മുടെ എന്താണ് ടെസ്ലയുടെ വണ്ടിയില്ലേ, അതേപോലത്തെ വണ്ടിയാണ്. ഹോറർ ലുക്ക് ഇതാണ്. നമ്മുടെ ടാറ്റയുടെ ഒരു കാറുണ്ട്, അതിൻ്റെയും ടെസ്ലയുടെയും കൂടി ഒരുമിച്ച് ഒരു ലുക്ക് നോക്കിയതാണ്. കുറച്ച് വണ്ടിയുടെ നമ്പേഴ്സ് ഒന്ന് നോക്കാം ഈ വീഡിയോയിൽ. വണ്ടി ഇവിടെ കിടക്കട്ടെ. 2000 നോക്കി തന്നെ എനിക്ക് എന്താ വണ്ടി തന്നെയെന്ന് അറിയാം. പക്ഷെ 2020 നോക്കിയിട്ടില്ല. 2020 പോയി വണ്ടി ഞാൻ നോക്കിയിട്ടുണ്ട്, തെറ്റിയതാ. നമുക്ക് നോക്കട്ടെ. സുപ്രയൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ട്രാക്ടർ ഞാൻ കാണിച്ചാൽ ട്രാക്ടർ കാണിച്ചുതരാം. 5643 ആണ് ട്രാക്ടർ നമ്പർ. ട്രാക്ടർ ആ വണ്ടി കുറച്ച് ബാക്കിൽ പോയി. ഒരു വണ്ടിയാണ്. ഇക്കാണ്ട് നമ്മളിപ്പോൾ നോക്കിയത് അപ്പോൾ ഈ ഇതൊക്കെ നമ്മൾ നോക്കിയതാണ്. അത് കഴിഞ്ഞാൽ അവർ റീപ്ലേസ്മെൻ്റ് ആയിട്ട് എടുക്കേണ്ടി വെക്കും. ഇതൊക്കെ നമ്മുടെ റിയൽ വണ്ടി. ഈ 3 വണ്ടി അത് നമ്മൾ പണിയാക്കിന് എടുത്തത്. ഇത് നമ്മൾ മറ്റേ വണ്ടി ടെസ്റ്റ് അടി നോക്കിയിട്ട് പിന്നെ വണ്ടി എടുത്തത്. പിന്നെ നമ്മുടെ സ്പ്ലെൻഡർ, അത് കൂട്ടുകാരൻ മേടിച്ച് തന്നതും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടി. നമ്മുടെ വീഡിയോ എത്ര ഉള്ള കേസെന്ന് ആ വീഡിയോ അതിൻ്റെയൊക്കെയാണ്. ബൈ.